കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി കിഡ്സ് ഇംഗ്ലീഷ് 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി എല്ലാ ശനിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. കിഡ്സ് ഇംഗ്ലീഷ് ബാച്ച് അഡ്മിഷൻ തുടരുന്നു. പാറ്റ് ഇന്റർനാഷണൽ നിയർ ഹൈസ്കൂൾ പൂക്കോട്ടുംപാടം. ഫുട്ബോൾ ലോകകപ്പിൽ 6 ജേതാക്കളായാലും കരീം ഹാപ്പിയാണ്. ടീം ഏതായാലും ലോകകപ്പ് വിശേഷങ്ങൾ ഇവിടെ അറിയാം. 11 ലോകകപ്പ് വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ ഭാഷകളിലെ പത്രങ്ങളുടെ വൻ ശേഖരമാണ് നിലമ്പൂർ വെളിയന്തോട് സ്വദേശി കരീമിന്റെ കൈവശമുള്ളത്. ഇഷ്ട ടീമിന്റെ ജേഴ്സിയും സോവനീറുകളുമല്ല ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നത്. 11 ലോകകപ്പുകളിലെ വിശേഷങ്ങൾ വാർത്തയായ വിവിധ ഭാഷകളിലെ പത്രങ്ങൾ വെളിയന്തോട് പുലിവെട്ടി കരീമിന്റെ വീട്ടിലെത്തിയാൽ വായിക്കാം. 1986 മെക്സിക്കോ ലോകകപ്പിൽ തുടങ്ങിയ ഈ ലോകകപ്പ് വാർത്താശേഖരണം മെക്സിക്കോ സഹആതിഥേയരായ 2026 ലോകകപ്പ് വേളയിലും കരീം തുടരുകയാണ്. 1986 മുതൽ ഇതേവരെ നടന്ന എല്ലാ ലോകകപ്പ് മത്സരങ്ങളുടെയും പ്രധാന വാർത്തകളടങ്ങിയ ഇംഗ്ലീഷ്, മലയാളം, അറബി പത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് കരീമിന് സ്വന്തമായുള്ളത്. വിവിധ ലോകകപ്പുകളിലെ സോവനീറുകളും ഇവിടെയുണ്ട്. ലോകകപ്പിൽ പ്രത്യേകമായി ഇറക്കുന്ന രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകൾ, ആദ്യദിന കവറുകൾ, കറൻസികൾ, നാണയങ്ങൾ, VIP പാസ് എന്നിവയുമുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തർ ഇറക്കിയ പ്രത്യേക കറൻസി, സ്റ്റാമ്പ്, കീ ചെയിൻ, ടാഗ്, ടോക്കൺ, ബാഗ്, ലോകകപ്പിൽ റഷ്യ പ്രത്യേകമായി ഇറക്കിയ റൂബിൾ തുടങ്ങിയവയും അദ്ദേഹം നിധിയായി സൂക്ഷിക്കുന്നുണ്ട്. മലപ്പുറം ന്യൂസ്മാറ്റിക് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ കരീമിന്റെ പക്കൽ പുരാവസ്തുക്കളുടെ വിപുലമായ ശേഖരമുണ്ട്. 16-ാം വയസ്സിൽ സ്റ്റാമ്പ്, കറൻസി ശേഖരണം ഹോബിയായി തുടങ്ങിയത് 66-ാം വയസ്സിലും തുടരുകയാണെന്ന് ടൈലറിംഗ് തൊഴിലാളി കൂടിയായ കരീം പറയുന്നു. 1986 മെക്സിക്കോ പുറത്തിറക്കിയ ഫസ്റ്റ് ഡേ കവറാണ് ഇത് അതിൻ്റെ മുമ്പ് ഇറക്കിയ ഫസ്റ്റ് ഡേ കവറാണ്. രാജ്യം ഇതും എഴുതിയിട്ടുണ്ട്. ഇത് 94 വേൾഡ് കപ്പിന് USA നടന്ന അതിന് ഇറക്കിയ കവറാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഖത്തർ ഇറക്കിയ കറൻസിയാണ്. ഇതുപോലെ മറ്റുള്ള സ്റ്റാമ്പുകളും ഇതുകളൊക്കെ കൂടാതെ വേറുണ്ട്. ഇതോടുകൂടി സ്റ്റാമ്പ്, ഫസ്റ്റ് ഡേ കവറ്, മിനിച്ചർ ഷീറ്റ് എല്ലാം ഉണ്ട്. ഇതിലേക്ക് എത്താൻ കാരണം എൻ്റെ ചെറുപ്പത്തിൽ കറൻസി കളക്ഷൻ തുടങ്ങിയതാണ്. ആ കറൻസി കളക്ഷൻ തുടങ്ങി കുറേ കറൻസി ഒരുക്കൂട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ പോയി. ഗൾഫിൽ നിന്ന് പിന്നെ കുറച്ച് കറൻസികളൊക്കെ കിട്ടി. അതിങ്ങനെ ഒരുക്കൂട്ടി. പിന്നെ സ്റ്റാമ്പ് തുടങ്ങി. ആ സ്റ്റാമ്പ് തുടങ്ങിയതിന് ശേഷം പിന്നെ ആണ് മറ്റേ ഈ ക്ലബിനായിട്ട് പരിചയപ്പെടുന്നത്. മലപ്പുറം ന്യൂസ്മാറ്റിക് സൊസൈറ്റീൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. ആ ക്ലബിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാണ്. അങ്ങനെയാണ് ഈ വേൾഡ് കപ്പിൻ്റെ ഈ മറ്റുള്ള സാധനങ്ങൾ ഇതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പരസ്പര കൈമാറ്റത്തിനുള്ള ഇതുകളുണ്ടായത്. അതോടുകൂടി അതിന് പിന്നെ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യാൻ തുടങ്ങി. കളി കാണാറുണ്ട്. എപ്പോഴേ കാണാറുള്ളൂ. പിന്നെ ഉദ്ദേശിച്ച ടീം അർജന്റീനയാണ്. അർജന്റീന ഫാൻസാണ്. പിതാവിന്റെ ഹോബിക്ക് മക്കളുടെയും ഭാര്യയുടെയും കൊച്ചുമക്കളുടെയും കയ്യൊപ്പ് കൂടിയുണ്ട്. വിദേശത്തുള്ള മക്കളായ മുഹമ്മദ് റഫീഖ്, റമീഹ്, നാട്ടിലുള്ള റിയ ജാസ്മിൻ എന്നിവർ പുരാവസ്തു ശേഖരണത്തിൽ സഹായികളാണ്. വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇവയെല്ലാം ഒരുക്കുന്നത് ഭാര്യ സക്കീനയാണ്. കൊച്ചുമകൾ സെൻഹയ്ക്കും പുരാവസ്തു ശേഖരണം ഹോബിയായതോടെ വല്യപ്പയും കൂടുതൽ ഹാപ്പിയായി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.